നമസ്കാരം. ഞാൻ ലേഖ അംബുജാക്ഷൻ. ഇന്ന് ഒരുപാട് പേര് എനിക്ക് സ്കാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് വന്നിട്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യമുള്ളൊരു ഡാമേജ് മാത്രമേ തലക്കും കണ്ണിനുള്ളൂ എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ പിന്നെ പയ്യന്നൂരിൽ നിന്നുള്ളൊരു വള്ളി എന്ന് പറഞ്ഞ ചേച്ചി, FCI ഗോഡൗണിനടുത്താണ് അവരുടെ വീട്. അപ്പം അവർ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ മഹാദേവനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതുപോലെ കൊച്ചി വയറ്റിലേന്ന് സിഞ്ചു എന്ന് പറഞ്ഞൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവളും ഇങ്ങനെ എനിക്ക് തലയ്ക്ക് തലവേദനയാണ്, സ്കാൻ ചെയ്യാൻ പോയെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. 2 ദിവസമായിട്ട് എനിക്ക് തലവേദനയായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഈ വെള്ളിച്ചേച്ചിയും അതെ, സിഞ്ചു അതെ, വേറെയും ഒരുപാട് എനിക്ക് മറന്നുപോയി കേട്ടോ. അമ്മായിൻ്റെ വീട്ടിലിരിക്കും വേറെയും എനിക്ക് എല്ലാവരും പേര് ഓർത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാതിരിക്കുന്നത്. അപ്പോൾ സിഞ്ചുയുടെ പിന്നെ മക്കൾ ധ്രുവേദ്, ഡോണ, രണ്ടുപേരും ഒന്ന് ധ്രുവേദിന് 3 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ചേച്ചി ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമാണ് ചേച്ചി, ചേച്ചിക്ക് ഒന്നും ഇല്ല എന്ന് സ്കാനിങ്ങിൽ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായും അതെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് എനിക്ക്. ഞാനിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു കിഡ്നി മാത്രമേ ബാക്കിയുള്ളൂ ക്യാൻസർ പടരാൻ. അപ്പം പലരും എനിക്ക് ക്യാൻസർ ആണെന്ന് കള്ളത്തരം പറയുന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ക്യാൻസർ ആണെന്ന് പറയാം എവിടെ വെറുതെ തട്ടിപ്പ് പറയുന്നതാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന മീൻസ് നാട്ടിൽ നിന്ന് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ക്യാൻസർ ഉണ്ടോ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അത് എൻ്റെ എനിക്ക് കിട്ടുന്നൊരു മോട്ടിവേഷനാണ്. എന്നെ ഇത്രയും 4th സ്റ്റേജിലൊക്കെ ആയിട്ടും എന്നെ അങ്ങനെ കാണുമ്പോൾ പിന്നെ ക്യാൻസർ ഇല്ല എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അല്ലേ, ഞാൻ ആ ഒരു ഇത് എനിക്കും അമ്പേട്ടനും കൂടി എന്താ പറയാം, അതിൻ്റെ ക്രെഡിറ്റ് എന്നെ നോക്കുന്ന അമ്പേട്ടനും മക്കൾക്കും അതുപോലെ ഇത്തിരി സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന എനിക്ക് തന്നെ നൽകുന്ന ക്രെഡിറ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിക്കുന്നത്. എനിക്കിങ്ങനെ നിന്ന് നിങ്ങളോട് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ പറ്റുന്നത്. അപ്പം താങ്ക് യു സിഞ്ചു, ഡോണ, ധ്രുവേദ്, അവർ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ. അതുപോലെ ഞാനൊരിക്കൽ മീൻകുളം അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്നൊരു മാലയിട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് അമ്മേ അത് ലേഖ അംബുജാക്ഷനാണെന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നെ. അപ്പോൾ ലേഖ അംബുജാക്ഷനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അരികിലേക്ക് വന്നു. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു ഞാൻ മാല ഇട്ടിട്ട് ഏത് മാസമാണോ, ജനുവരിയോ ഏതൊരു മാസത്തിൻ്റെ ഡിസംബർ, ഞാൻ ഡിസംബർ 14 ഏതോ ഒരു മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മലക്ക് പോവാണ് ചേച്ചി, ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കുഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുഞ്ഞുങ്ങളും ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളും അന്നൊരു കുഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആൻറ്റി ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളും അങ്ങനെ കാണുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓർക്കുന്നവരൊക്കെ ഞാൻ പേര് പറയുന്നുണ്ട്. അതുപോലെ ഇന്ന് വള്ളി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്നെ ഫോണിൽ വിളിച്ച് കിട്ടിയത്, സംസാരിക്കാൻ പറ്റിയെന്നൊക്കെ. അപ്പം എന്നോട് സിഞ്ചു പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്തായാലും കാണണം, കൊച്ചിയിൽ വരുവാണെങ്കിൽ അറിയിക്കണം. തീർച്ചയായും ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ പോസ്റ്റ് ഇടും. കൊച്ചിയിൽ വരുന്നുണ്ട്, ഞങ്ങൾക്ക് അർജുനോട് കഥ പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എവിടെയാണെന്ന് അറിയില്ല, എന്തായാലും കൊച്ചിയിൽ വരും. തീർച്ചയായും ഞാൻ പോസ്റ്റ് ഇടും. ഞങ്ങളെല്ലാവരും നിങ്ങളെയൊക്കെ കാണും. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും എത്ര പേരാണോ ഇന്ന് ഫോൺ ചെയ്തത്, ഒരുപാട് പേര് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിൽ നിന്ന് പയ്യന്നൂരല്ലേ, നീലേശ്വരം എവിടെയാണാവോ, അയ്യോ പരപ്പയിലുള്ള പേര് മറന്നു, ഗീതേച്ചി, ഗുജറാത്തിലാണ് അവർ താമസിക്കുന്നത്. അവർ 24 വർഷമായിട്ട് അവിടെയാണ്. അപ്പം അവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെല്ലാവരും എത്ര കരഞ്ഞിട്ടൊക്കെ അത് നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ വിചാരിക്കും റെക്കോർഡ് ചെയ്തിട്ട് പക്ഷെ ഞാൻ ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. കാരണം എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്രമാത്രം, ഞാനൊരു ആർട്ടിസ്റ്റൊന്നും അല്ല, ആണെങ്കിലും എന്താ പറയുക, അങ്ങനെ എന്താ അതിന് പറയുക, നമ്മളിങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ അറിയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അറിയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ തന്നെ ഞാനൊരു വെറുമൊരു ക്യാൻസർ ഫൈറ്ററായിട്ട് എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് സഹതാപം ഉണ്ടാകാം, പക്ഷെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് എനിക്ക് അമ്പേട്ടന് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അത് ഇങ്ങനെ ഒരു അസുഖം തരുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് ദൈവം നമുക്ക് ഇങ്ങനെയും കൂടി ഒരു സന്തോഷം തരുമ്പോൾ
അതിലൊരുപാട് ദൈവത്തിന് നന്ദി. സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഉംറ ചെയ്യുമ്പോൾ ആൾക്കാർ വിളിക്കും. അതുപോലെ പലരും അമ്പലത്തിന് ളൊക്കെ പോയിട്ട് കണ്ണടക്കുമ്പോൾ എൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കും. അങ്ങനെ ഒരുപാട് പേര്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എനിക്ക് ഇപ്പം എൻ്റെ ബ്രെയിനിനൊന്നും ബ്ലഡ് കോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്രെയിന് ഡാമേജോ ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ണിനും തലയിലും ഓൾറെഡി ഉള്ളതിൻ്റെ ആ ഒരു ചെറിയൊരു ഡാമേജ്, അത് പതുക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും കുറച്ചൊരു ഡെസ്പായിരുന്നു. ദൈവമേ ഇനി വീണ്ടും കീമോ, എനിക്കതാണ് ഭയം. കീമോ ചെയ്യേണ്ടി വരൂ, റേഡിയേഷൻ ചെയ്യേണ്ടി വരൂ, അതിലാണ് എനിക്ക് ഭയം. കാരണം അത് സഹിക്കാൻ പറ്റുന്നത് അപ്പുറത്താണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുമ്പോൾ എനിക്ക് സന്തോഷം. അപ്പം എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുന്നത്. അറിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഉഷാറായതുപോലെയുണ്ട്. BP ആണ്, കുറച്ച് സ്ട്രെസ് ഉണ്ട്. നമ്മൾ ദൈനംദിന കാര്യങ്ങൾ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെസ് ആവാറുണ്ട്. അതുകൊണ്ടായിരിക്കണം ചിലപ്പം BP. എനിക്കെല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറ്റില്ലല്ലോ. പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകുമല്ലോ. ചില മാനസിക പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അമ്പുവേട്ടനും ഞാനും സങ്കടപ്പെടുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ് ദൈവമേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്തുള്ള സ്ട്രെസ്സായിരിക്കും ചിലപ്പം BPക്ക് കാരണം ഉണ്ടാകുന്നത്. ദൈവം അതെല്ലാം പിന്നെ എന്താ പറയുക, അമ്മായിയൊക്കെ പറയും, ഒരു ചെവിയിലേ കേട്ട് ഒരു ചെവിയിലേ വിടൂ, സങ്കടപ്പെടുത്തി ടെൻഷൻ അടിക്കരുതെന്നൊക്കെ പറയും. അപ്പം അമ്മയും അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ആവട്ടെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും പരിവട്ടങ്ങളും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. കാരണം ജീവിക്കുന്നു ഈ ഭൂമിയിൽ, നമുക്ക് ജന്മം കിട്ടി, ഇങ്ങനെ നടക്കുന്നു ജീവിതയാത്രയിൽ. ഒടുവിൽ നമുക്ക് നമ്മളെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മളവിടെ ഇറങ്ങിപ്പോകണം. അത് സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്തേ പറ്റുമല്ലേ. അപ്പോൾ അതിനിടയിൽ എന്തായാലും ജീവിക്കണം. അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ ഇതിനിടെ വീണ്ടും ഒരു കാര്യം പറയേണ്ടത് ഞാൻ പുതിയ വീഡിയോയിൽ പറയാം. കാരണം ലണ്ടനിലുള്ള ക്യാൻസർ വാർഡിൽ നിൽക്കുന്ന ഒരു നഴ്സ് സ്റ്റാഫ്, അവർക്ക് ക്യാൻസർ വന്നിട്ടുള്ളൊരു കഥ. അത് കഥയല്ല, അവർ വിളിച്ചെന്നെ കരയുമ്പം നഴ്സായിട്ടും കൂടി അവരെന്തിനാണ് കരയുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. അതേപോലെ ഇന്നലെ എവിടെ നിന്നാണാവോ കൊട്ടിയൂരിൽ നിന്നുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്കും ക്യാൻസറാണ്. അപ്പോൾ വിളിച്ചിട്ട് അവർ കരഞ്ഞിട്ട് പറയും, ലേഖയുടെ വീഡിയോ കാണുമ്പോഴാണ് ആകെ സമാധാനം എന്നൊക്കെ. അതിനുവേണ്ടി ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായും എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നില്ല. എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് നെഗറ്റീവായത് എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നറിയുമ്പോൾ അതിനേക്കാളേറെ സന്തോഷം. അമ്പുവേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും സംഭവിക്കില്ല, ഒന്നും ഉണ്ടാവില്ല, പ്രാർത്ഥിക്കൂ. പിന്നെ നമ്മൾ മൂകാംബിക അമ്മ കാണുന്നുണ്ട്, മഹാദേവൻ എല്ലാവരും കാണുന്നുണ്ടല്ലോ, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ. എന്നോടിപ്പോൾ സിഞ്ചു വിളിച്ച് പറഞ്ഞ സങ്കീർത്തനം 91, എനിക്കറിയില്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. പക്ഷേ ബൈബിൾ വായിച്ചിരുന്നല്ലേ എനിക്ക് വേണ്ടി അത് വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഒരു പോസിറ്റീവായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ പോസിറ്റീവ് വലയം എന്നിലൊരു കവചം തീർക്കുമെന്ന് എനിക്കറിയാം. എത്ര പെട്ടെന്നൊന്നും ദൈവത്തിന് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചാണ്. ദൈവത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ചിലപ്പോൾ കമൻ്റ് ഇടുമായിരിക്കും, ദൈവത്തിന് ഇഷ്ടമായിട്ട് ആണോ ഇത്രയും വലിയ ക്യാൻസർ തന്നതെന്നൊക്കെ. ക്യാൻസർ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ എന്നിട്ടും പൊരുതുമ്പോൾ ദൈവത്തിന് എന്നെ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ദൈവം എന്നെ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പം ബാക്കി നഴ്സ് സ്റ്റാഫിൻ്റെ കഥയല്ല, അവരുടെ സ്റ്റോറി ഞാൻ പേര് പറയാതെ ഒരു വീഡിയോ ആയിട്ടിടാം. താങ്ക് യു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എനിക്ക് വേണ്ടി കരഞ്ഞവർക്കും എനിക്ക് വേണ്ടി സ്നേഹം പങ്കിട്ടവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു.